വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക് എന്നുള്ളതാണ്. ഇറാൻ അമേരിക്കയുടെ പടക്കപ്പൽ അമേരിക്ക ഇറാന്റെ പടക്കപ്പൽ ആക്രമിച്ച് പിടിച്ചെടുക്കുന്നു. ചരക്ക് കപ്പൽ ആക്രമിച്ച് പിടിച്ചെടുക്കുന്നു. അതിൻ്റെ എഞ്ചിൻ റൂം അടക്കം തകർത്തുകൊണ്ടാണ് അമേരിക്കയുടെ നീക്കമുണ്ടായിരിക്കുന്നത്. തങ്ങളുടെ ഉപരോധം ലംഘിച്ച് ഹോർമുസിലൂടെ മുന്നോട്ട് പോയ കപ്പലാണ് പിടിച്ചെടുത്തതെന്ന് ട്രംപ് വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. വെടിവെച്ച് കപ്പൽ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ട സാഹചര്യം നിർണായകമാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ നീങ്ങിയ ചരക്ക് കപ്പലിന്റെ എഞ്ചിൻ റൂം തകർത്താണ് US സൈന്യം കപ്പൽ കസ്റ്റഡിയിലെടുത്തത്. കപ്പൽ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിർണായകമായ ഒരു സാഹചര്യമാണ്. ഇറാന്റെ തുറമുഖങ്ങൾ ലക്ഷ്യമാക്കി US പടക്കപ്പലുകൾ കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന നിർണായക വിവരം കൂടി വരുന്നുണ്ട്. നമുക്കറിയാം, ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ഉപരോധം ഹോർമുസിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായി മാറുന്നു. ഇതടക്കം വലിയ ഭീതി ഹോർമുസുമായി ബന്ധപ്പെട്ട് ലോകത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഇത് ചില്ലറ പ്രകോപനമല്ല. ഒരുപക്ഷെ ഈ ഹോർമുസിൽ ഇത്തരമൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആദ്യമായിരിക്കും. നേരത്തെ പല കപ്പലുകളെയും മുന്നറിയിപ്പുകൾ നൽകി തിരിച്ചുവിട്ട അമേരിക്കയാണ് ഇപ്പോൾ കപ്പലുകൾ നേരിട്ട് പിടിച്ചെടുക്കുന്നു. അതും ഇറാന്റെ ആ നിലയിലേക്ക് പോർമുഖം തുറന്നിരിക്കുന്നത്. രഞ്ജിത്ത്, ഒരു സംശയവുമില്ല, ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രകോപനമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇറാനിയൻ കപ്പലുകൾക്ക് മേലുള്ള അമേരിക്കൻ ഉപരോധം അത് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഏപ്രിൽ 13-ാം തീയതിയാണ് അമേരിക്കൻ ഉപരോധം ഹോർമുസ് കടലിടുക്കിൽ ആരംഭിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ നിരവധി ഇറാനിയൻ കപ്പലുകളെ അമേരിക്ക തടഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യമായാണ് ഇറാന്റെ ഒരു ചരക്ക് കപ്പൽ അമേരിക്ക പിടിച്ചെടുക്കാൻ തയ്യാറായിരിക്കുന്നത്.